ഇന്ന് ഞാനൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞുതരാം. ഭയങ്കര എളുപ്പമാണ്. തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര എടുത്ത് വെക്കുക. സവാള ഒന്ന് തിൻ സ്ലൈസ് ചെയ്ത് വെക്കുക. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. തീയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കാൻ പാൻ വെച്ച് അതിലേക്ക് സ്ലൈസ് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർക്കുന്നതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്യാരമലൈസ്ഡ് ടേസ്റ്റ് അതിന് കിട്ടും. അതുപോലെ പെട്ടെന്ന് അത് നല്ലൊരു കളറായി കിട്ടുകയും ചെയ്യും. ക്രഷ് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി, 2 നല്ല പഴുത്ത തക്കാളി ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം തൈര് ചേർക്കാം. ഓൺലി ബിരിയാണി മസാല മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ബിരിയാണി മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലോണം കുഴഞ്ഞ് വഴണ്ട് വരണം. മസാല നന്നായി വഴണ്ട് തയ്യാറായി വന്നാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. റൈസ് തയ്യാറാക്കാൻ ഇതിലേക്ക് ജീരകശാല കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി ഇത്രയും സ്പൈസസും ചെറുതായി സ്ലൈസ് ചെയ്ത് ഉള്ളി എടുത്ത് വയ്ക്കുക. ഒരു പോട്ടിലേക്ക് നെയ്യ് ഒഴിച്ച് സ്പൈസസ് ഇട്ട് അതിലേക്ക് അരി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ചെറിയ തീയിൽ വെച്ച് വേവിക്കുക. കുറച്ച് പാലും കൂടി ചേർത്താൽ ചോറ് നല്ല സോഫ്റ്റായി കിട്ടും. നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് സ്ലൈസ് ചെയ്ത ഓണിയൻ, കാഷ്യൂനട്ട്, കിസ്മിസ് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഗോൾഡൻ കളറിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെയ്യുന്ന പോട്ടിൽ ആദ്യത്തെ ലെയർ റൈസ് ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ലെയറായിട്ട് മസാലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും അതിന് മുകളിലിട്ട് അഗെയിൻ റൈസ് ലെയർ ചെയ്ത് ഗാർണിഷും ചെയ്ത് അടച്ച് വെച്ച് എയർ ടൈറ്റായി അടച്ച് വെച്ച് 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ദം ചെയ്തെടുക്കാം. മാക്സിമം അരമണിക്കൂർ വരെ നമുക്ക് ചെറിയ തീയിൽ വെക്കാം. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്നെടുത്താൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്